നമസ്കാരം ഗൈസ്, എല്ലാവരും കൂളായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബി പ്രൊമോയിലോട്ട് പോവാം. വേറൊന്നുമല്ല, ഞാൻ പണ്ടൊക്കെ ഒരുപാട് ഓൺ വോയിസും വീഡിയോസും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇപ്പൊ അതില്ല, ലിറ്ററലി സ്റ്റക്കായി. അപ്പൊ പല പ്രാവശ്യം വിചാരിച്ചു റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ വിചാരിച്ചത് ഈ യൂട്യൂബിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരേ കണ്ടന്റ് ആണ് പോണെങ്കിൽ അതിൽ നിന്നൊന്നും മാറിയ യൂട്യൂബ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും എന്ന് വെച്ചാൽ മൺഡേ തൊട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊരു ഓൺ വോയിസ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഇടാന്നുള്ളത്. അതിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത് ഈ സ്റ്റാൻഡിങ്ങിനോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ജോ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, അതാണ് ജോ ബേബി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോ വന്നതിൽ ആദ്യം തന്നെ എന്താ പറയാ, കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമാണ് ലാലേട്ടൻ ഒന്ന് ചില്ലായത്. അതെന്താന്നുള്ളത് ഈ പറഞ്ഞ മാതിരി ചില സംഭവങ്ങൾ ചോദിക്കാൻ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ അങ്ങ് മറച്ചു. അപ്പൊ ഇപ്രാവശ്യം പറഞ്ഞ മാതിരി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ് ആ പ്രൊമോ കൺക്ലൂഡ് ആയത്. ഫസ്റ്റ് തന്നെ പറഞ്ഞത് ആ കുപ്പിയുടെ സംഭവമാണ്, ജ്യൂസിന്റെ ഇതില്. അതില് ലൈക്കിനോ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ, ഒനീലിനെ ഇഷ്ടപ്പെടുന്നവർ, ഓരോ കോണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഒരു പക്ഷെ നന്നായി അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അത് ലാലേട്ടൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാ ടാസ്കും ഓൾമോസ്റ്റ് ചളാക്കുകയാണ്. ആ ചളാക്കുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്തതിനെ പറ്റിയിട്ടും അത് നശിപ്പിച്ചതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫ് കോഴ്സ് അതിലിപ്പോ കിട്ടാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീലിന് കിട്ടും, പിന്നെ അനീഷിന് നന്നായിട്ട് കിട്ടും. അനീഷും നമ്മുടെ ആര്യനും കൂടെ അത് വലിച്ചെറിഞ്ഞു. അതേപോലെ അതിന്റെ ഇടയിൽ കൂടെ ഫണ്ണി മൂമെന്റ്സ് ആയിട്ട് ആര്യനാണെങ്കിലും നെവിനാണെങ്കിലും പോയി നല്ലോണം ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ബിഗ് ബോസ് കൊടുത്തൊരു പ്രോപ്പർട്ടിയാണ്, ടാസ്കിനടുത്ത് കൊടുത്തൊരു പ്രോപ്പർട്ടിയാണ്. അത് ചൾക്കാപ്പിളിക്ക ആക്കാനായിട്ട് ആർക്കും റൈറ്റ് ഇല്ല. അപ്പൊ അതിനെ പറ്റിയൊരു ചോദ്യം ചോദിക്കും. ആ ഒരു ഗെയിം എങ്ങനെ നല്ല രീതിയിൽ കളിക്കാം എന്നാണ് അവിടെ കാണിക്കേണ്ടത്. വളരെ മനോഹരമായിട്ട് ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഒരു ഗെയിമാണ്. അത് ചളാക്കി. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം ക്യാരക്ടർ റിവീലിംഗും ക്യാരക്ടർ അസോസിയേഷനും അതേപോലെ നോട്ട് അസോസിയേഷൻ ക്യാരക്ടർ ഫോമിംഗ് കൂടിയാണ്, ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. പിന്നെ ആദിലയുടെയും അനീഷിന്റെയും കേസ്, ആ പാത്രങ്ങൾ ഇങ്ങനെ സമയത്ത് ഉണ്ടായ വിഷയം. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിലേക്ക് എന്തായാലും പണി വരുന്നുണ്ട്, അനീഷിനും പണി വരുന്നുണ്ട്. ഒന്നിയിലും രണ്ടൊന്ന് ടാസ്ക് ഞളക്കിയിട്ട് നെവിൻ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോ ആ ഒരു ടാസ്കിന് സീരിയസ്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നൊരു പ്രോപ്പർട്ടി ആണെന്നുള്ള ഒരു പേടി പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് പോലും ഇല്ലാതെ ഈ ടാസ്ക് കൊളാക്കണ പരിപാടി ഇന്നത്തോടെ മിക്കവാറും ലാലേട്ടൻ നിർത്തും. ആ നിർത്തണം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായവും. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ലാലേട്ടൻ ഈ വീക്കിൽ ചോദിക്കേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, സ്റ്റേ ട്യൂൺ ഫോർ അതർ വീഡിയോ. ബൈ.